ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മളൊരു കാര്യം പറയാൻ വേണ്ടിയിട്ട് വന്നത് വേറെ ഒന്നുമല്ല. നിങ്ങൾ ഷോർട്ട് വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ ഷോർട്ട് വീഡിയോയിൽ ഇങ്ങനെ കുറച്ച് ഇംഗ്ലീഷ് വാക്കുകൾ വരുന്നത് ഏത് വീഡിയോ ആയാലും വോയിസ് എന്താ പറയുക, യൂട്യൂബിൽ നിന്ന് തന്നെ എടുത്തിട്ടുള്ള പാട്ടിൻ്റെ വീഡിയോയിലായാലും നമ്മൾ ഈ സിനിമയിൽ അങ്ങനെയുള്ള ഇതിലത്തെ സ്കിറ്റിൻ്റെ വീഡിയോ ആയാൽ പോലും അതിൽ ഇംഗ്ലീഷിൻ്റെ കുറച്ച് ഇംഗ്ലീഷ് പറയണ പോലത്തെ കുറച്ച്, അതായത് ആ പാട്ട് അല്ലെങ്കിൽ ആ വോയിസ് ഇങ്ങനെ ചരപരയായിട്ട് കുറച്ച് ഇംഗ്ലീഷും കാര്യങ്ങൾ കയറി വരുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടാവുമായിരിക്കും. ഞങ്ങളുടെ വീഡിയോയിലും കണ്ടിട്ടുണ്ടാവുമായിരിക്കും. പിന്നെ നമ്മൾ സ്കിപ്പ് ചെയ്ത് പോകുമ്പോൾ കുറേ സുഹൃത്തുക്കളുടെ വീഡിയോയിൽ നമ്മൾ ഫോളോ ചെയ്യാത്തായാലും കുറേ സുഹൃത്തുക്കളുടെ വീഡിയോയിലും ഇതുപോലത്തെ ഒരു വോയിസ് കയറി വരുന്നത് നിങ്ങൾ ശ്രദ്ധയിൽ പെട്ടിട്ടുണ്ടാവും. അപ്പോൾ നമ്മുടെ വീഡിയോയിലും ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മുടെ അടുത്ത് കുറച്ച് സുഹൃത്തുക്കൾ വിളിച്ച് ചോദിച്ചു, ചേട്ടാ ഇത് എന്തെങ്ങനെ വരണേന്നൊക്കെ ചോദിച്ചപ്പോൾ നമുക്ക് അന്ന് ഒരു ഐഡിയ ഉണ്ടായിരുന്നില്ല. ഇപ്പോൾ എന്ന് വെച്ചാൽ നമുക്ക് വേറൊരു സുഹൃത്ത് നമുക്ക് വേണ്ടിയിട്ട് മലപ്പുറത്തുനിന്ന് ഒരു സുഹൃത്ത് നമുക്ക് വേണ്ടി അയച്ചു തന്നു. ആളുടെ പേര് ആൾ അയച്ചു തന്നു. അപ്പം നീതു എന്നാണ് ആളുടെ പേര്. ആൾ അയച്ചു തന്നു. ആൾക്കാണെങ്കിൽ ആളുടെ സുഹൃത്ത് അയച്ചു കൊടുത്താണ്. അപ്പോൾ അത് നമുക്ക് അയച്ചു തന്നിട്ട് നമ്മളത് ചെയ്തു. അതായത് ഇനി ഇടാൻ പോണ വീഡിയോയിലൊന്നും അതുപോലെ വരാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് ഒരു വട്ടം നിങ്ങളത് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ ഇനി അപ്ലോഡ് ചെയ്യുന്ന വീഡിയോയിലൊന്നും അതുപോലെ വരില്ല. അത് എന്തുകൊണ്ടാണെന്നൊന്നും നമുക്ക് കറക്റ്റായിട്ട് അറിയില്ല. അപ്പോൾ നമ്മൾ കുറച്ച് വീഡിയോ അപ്ലോഡ് ചെയ്തപ്പോൾ അത് 1, 2, 3 കുറച്ച് വീഡിയോകളിലൊക്കെ വോയിസ് കയറി വന്നു. പിന്നെ നമ്മൾ ഈ പറഞ്ഞ പോലെ തന്നെ സ്കിപ്പ് ചെയ്ത് പോകുമ്പോൾ കുറേ ചാനലുകളിൽ അതുപോലത്തെ വോയിസ് വരുന്നുണ്ട്, ഇപ്പോഴും വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ അത് കുറേ പേർക്ക് അതിനെക്കുറിച്ച് ഐഡിയ ഇല്ല. അന്ന് ആൾക്കാർ ചോദിച്ചപ്പോൾ നമുക്ക് പറയാൻ അതിനെക്കുറിച്ച് ഐഡിയ ഉണ്ടായിരുന്നില്ല. പക്ഷേ നമുക്കിത് അയച്ചതോടുകൂടി നമ്മൾ ചെയ്തപ്പോൾ അത് ക്ലിക്കായി. എന്താ കാരണം വെച്ചാൽ അത് വിജയിച്ചു. അതിൽ പിന്നെ നമ്മൾ ഇട്ടിട്ടുള്ള വീഡിയോയിലൊന്നും ഇപ്പോൾ 10-25ഓളം വീഡിയോ നമ്മൾ ഇട്ടപ്പോൾ അങ്ങനത്തെ വോയിസ് ഒന്നും കയറി വന്നില്ല. അപ്പോൾ അതിൻ്റെ ഒരു വീഡിയോ ആണ്. അപ്പോൾ ഇത് നിങ്ങൾക്ക് ഉപകാരപ്പെട്ടോട്ടെ എന്ന് വിചാരിച്ചിട്ട് നമ്മൾ ഈ വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ഈ കാണിച്ചു തരുന്ന പോലെ നിങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇനിയും ഇതുപോലെയുള്ള വീഡിയോകൾ അപ്ലോഡ് ചെയ്യുമ്പോൾ ഷോർട്ട് വീഡിയോകൾ അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഇതുപോലെ വോയിസ് ഇംഗ്ലീഷ് വോയിസുകൾ കയറി വരില്ല. അപ്പോൾ അതിൻ്റെ ഒരു വീഡിയോ ആണ് നമ്മൾ നിങ്ങൾക്ക് സ്ക്രീൻ റെക്കോർഡ് ഇട്ടിട്ട് കാണിച്ചു തരാം. അപ്പോൾ നിങ്ങൾ ഇതുപോലെ ചെയ്യുക ഫ്രണ്ട്സ്. അപ്പോൾ സ്ക്രീൻ റെക്കോർഡ് ഇട്ട് കാണിച്ചാൽ അപ്പോൾ ആദ്യം നിങ്ങൾ ക്രോം എടുക്കുക. ക്രോമിയെ പോയിട്ട് നിങ്ങൾ വൈറ്റ് സ്റ്റുഡിയോ ലോഗിൻ ചെയ്യുക കേട്ടോ. ലോഗിൻ ചെയ്ത് കഴിഞ്ഞാൽ കുറച്ച് നെറ്റിൻ്റെ പ്രോബ്ലം ഉണ്ട് നമുക്ക്. അപ്പോൾ വൈറ്റ് സ്റ്റുഡിയോ ഓണായിട്ട് വരും കേട്ടോ. അപ്പോൾ വൈറ്റ് സ്റ്റുഡിയോ ഓണായിട്ട് വരാൻ കുറച്ച് നേരം പിടിക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ കുറച്ച് ഇതിൽ അപ്പോൾ വൈറ്റ് സ്റ്റുഡിയോ ഓണായി. അപ്പോൾ നിങ്ങളുടെ ചാനൽ വരും. അപ്പോൾ അതേ കണ്ട ഈ ഇടത്തെ ഭാഗത്തടിയിൽ സെറ്റിങ്സ് കണ്ട ആ സെറ്റിങ്സിൽ നിങ്ങളൊന്ന് ടച്ച് ചെയ്യുക കേട്ടോ. അപ്പോൾ സെറ്റിങ്സിൽ ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ അപ്പോൾ ഇതിങ്ങനെ വരും കേട്ടോ. അതായത് ചാനലിൻ്റെ അടിയിൽ കണ്ട ഡിഫോൾട്ട് എന്ന് പറഞ്ഞിട്ട് അപ്ലോഡ് ഡിഫോൾട്ട് എന്ന് പറഞ്ഞിട്ട് അതിലൊന്ന് പ്രസ് ചെയ്യുക. അതിലൊന്ന് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ കണ്ട അത് ഈ അടി മുകളിലോട്ട് സ്കിപ്പ് ചെയ്യുമ്പോൾ ഇത് ഈ അടിയിൽ ഫ്രണ്ട്സ് അപ്പോൾ ഓട്ടോമാറ്റിക് ഡബ്ബിംഗ് എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ കണ്ടില്ലേ, അത് നിങ്ങളുടെ ഓണായി എടുക്കുന്നുണ്ടെങ്കിൽ അത് ഓഫ് ചെയ്യുക. ഓഫ് ചെയ്തതിന് ശേഷം സൈഡിലോട്ടൊന്ന് സ്കിപ്പ് ചെയ്ത് കഴിഞ്ഞാൽ റൈറ്റ് സൈഡിൽ അടിയിൽ കണ്ട ഡണ്ണ് സേവ് എന്ന് കണ്ടില്ലേ, ആ സേവ് അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങളുടെ ആ പ്രശ്നം തീർന്നു കിട്ടുന്നത്. എന്നിട്ട് നിങ്ങൾ ഏത് വീഡിയോ അപ്ലോഡ് ചെയ്താലും ഇനി അങ്ങനത്തെ പ്രശ്നങ്ങൾ ഉണ്ടാവുന്നതല്ല കേട്ടോ. അപ്പോൾ ഫ്രണ്ട്സ്, അപ്പോൾ എല്ലാവർക്കും ഇതുപോലെ പ്രശ്നം ഉണ്ടെങ്കിൽ ഒന്ന് ചെയ്ത് നോക്കാം. ഞങ്ങൾക്ക് ശരിയായി, നിങ്ങൾക്ക് ആവട്ടെ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അപ്പോൾ എല്ലാവരും ഇതുപോലെ ചെയ്യുക. ഇതുപോലത്തെ ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്ന എല്ലാവർക്കും വേണ്ടിയിട്ട് നമ്മൾ ചെയ്യുന്നത്. നമുക്ക് ഇതിനെക്കുറിച്ച് നമ്മളിപ്പോൾ പറഞ്ഞത് എല്ലാവർക്കും കറക്റ്റായി മനസ്സിലായെന്നറിയാം. വലിയ യൂട്യൂബർമാർ ഇതിനെ ടെക് പരമായി ചെയ്യുന്ന ആൾക്കാർ ഇതുപോലെ ഒന്നും നമ്മൾ പറഞ്ഞിട്ടില്ല. നമുക്കൊരാൾ അയച്ചു തന്ന വീഡിയോ നമ്മൾ ശരിയാക്കിയതിന് ശേഷം ഉറപ്പുവരുത്തിയതിന് ശേഷമാണ് നമ്മൾ ഇതുപോലെ ഇതായി. നമ്മൾ പിന്നെ ആ വീഡിയോകൾ അപ്ലോഡ് ചെയ്തപ്പോൾ എന്താ പറയുക 10-20ഓളം വീഡിയോകൾ നമ്മൾ അപ്ലോഡ് ചെയ്തപ്പോൾ ഈ പ്രശ്നമൊന്നും ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് നിങ്ങൾക്കും ഇതുപോലെ നമ്മുടെ കുറച്ച് സുഹൃത്തുക്കൾക്ക് നമ്മൾ വീണ്ടും സ്കിപ്പ് ചെയ്ത് പോകുമ്പോൾ കുറച്ച് പേർക്ക് കണ്ടപ്പോൾ അത് അവർക്ക് അറിയാത്തത് കൊണ്ടാണെന്ന് തോന്നുന്നു. അപ്പോൾ ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കാം. നിങ്ങൾക്കും ഇതുപോലെ ശരിയാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമ്മുടെ ഈ വീഡിയോ നിർത്തുന്നു. അപ്പോൾ എല്ലാവർക്കും ഉപകാരപ്പെട്ടെ എന്ന് വിചാരിച്ചുകൊണ്ട് ഇതുപോലെ വല്ല അറിവുകൾ നമുക്ക് കിട്ടുകയാണെങ്കിൽ നിങ്ങൾക്ക് വേണ്ടി നമ്മൾ പറഞ്ഞുതരാം. ഞങ്ങൾ വീണ്ടും പറയണേ, വലിയ ടെക് പരമായിട്ട് ആൾക്കാർ ചെയ്യണ പോലെയൊന്നും പറയാനോ മനസ്സിലാക്കി തരാനോ നമുക്കറിയില്ല. അപ്പോൾ എല്ലാവർക്കും ഒരുപാട് ഉപകാരപ്പെടട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ വീഡിയോ നിർത്തുകയാണ്. അപ്പോൾ എല്ലാവർക്കും ശുഭദിനം. താങ്ക് യു.